മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കണ്ണൂർ വിമാനത്താവളത്തിന് സ്ഥലം വിട്ടു നൽകി പ്രതിസന്ധിയിലായ കാനാട്ടെ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റി സെപ്റ്റംബർ 27-ന് കാനാട് നിന്നും മട്ടന്നൂരിലേക്ക് ഐക്യദാർഢ്യ പദയാത്ര നടത്തും. ഭാരവാഹികൾ മട്ടന്നൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത്. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കാനാട് നിന്നും ആരംഭിക്കുന്ന പദയാത്ര തെരൂർ, പാലയോട്, കുമ്മാനം, എളമ്പാറ വഴി മട്ടന്നൂരിലെത്തും. ഏറ്റെടുക്കുമെന്ന് സർക്കാർ 2018 വിജ്ഞാപനം നടത്തിയ 245.32 ഏക്കർ ഭൂമിയും ജനവാസ മേഖലയായതിനാൽ അതിർത്തികളിൽ കൂട്ടിച്ചേർത്ത 25 ഏക്കർ ഭൂമിയും അടിയന്തരമായി ഏറ്റെടുക്കുക, സ്വത്തുവകകൾക്ക് അർഹിക്കുന്ന തുക കണക്കാക്കി എത്രയും പെട്ടെന്ന് കൈമാറുക, പുനരധിവസിപ്പിക്കാനുള്ള കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക, ഇതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും ഇതുവരെ വന്ന സാമ്പത്തിക ബാധ്യതകൾ നികത്തുക, വിഷയത്തിൽ സർക്കാരിന്റെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക, ബാധിക്കപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് യൂത്ത് കോൺഗ്രസ് പദയാത്ര നടത്തുന്നത്. സമാപന സമ്മേളനം വൈകിട്ട് 5-ന് മട്ടന്നൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ജിതിൻ കൊളപ്പ ജാഥ ക്യാപ്റ്റനും ഫർസീൻ മജീദ് ജാഥ കോർഡിനേറ്ററുമായിരിക്കും. കാനാട്ടെ ദുരിതബാധിതരാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പതാക കൈമാറി പദയാത്ര ഉദ്ഘാടനം ചെയ്യുക. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 5 മണിയോടെ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. സമാരാധനായ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ആണ് ആ ഒരു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനും മുഖ്യ പ്രഭാഷണം നടന്ന പരിപാടിയിൽ നിരവധിയായ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദ്, മണ്ഡലം പ്രസിഡന്റ് ജിതിൻ കൊളപ്പ, രാഹുൽ മേക്കിലേരി, ഷമീൽ ആയിപ്പുഴ, അഷ്റഫ് എളമ്പാറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.